ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 22-ാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കിപ്പോൾ അതുപോലെ അനുദിന വിശുദ്ധൻ്റെ കുഞ്ഞു ചിന്തയോടുകൂടെ ആരംഭിക്കാം. വിശുദ്ധ റൊസാലിയ കന്യകയാണ് ഇന്ന് തിരുസഭ മാതാവ് നമ്മെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ സുനകദോസ് പറയുന്ന ഒരു സത്യത്തിലേക്കാണ് വിശുദ്ധ തൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ ക്ഷണിക്കുന്നത്. കന്യകയായ ഈ വിശുദ്ധ ലൗകിക വ്യാമോഹങ്ങളും ആർഭാടങ്ങളും പരിത്യജിച്ച് ദൈവത്തിലേക്ക് ശ്രദ്ധ തിരിച്ചവളാണ്. ഈ ഭൂമി നമ്മുടെ താൽക്കാലിക ഇടമാണ്. നമ്മൾ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ല. ഓർക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഒരു അമ്മ വലിയ ആർഭാടത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. എനിക്കൊരുപാട് രത്നങ്ങളും പവിഴങ്ങളും വൈഡൂര്യങ്ങളും വിലപിടിപ്പുള്ള സ്വർണവും ഒക്കെ വേണമെന്ന് ദാഹിക്കുകയാണ്. ഒരിക്കൽ ആ ദൈവം പ്രാർത്ഥന കേൾക്കുകയാണ്. ഒരു ഗുഹയ്ക്കുള്ളിൽ ഇതെല്ലാം ഒരുക്കി വെച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളുക എന്ന് പറയുകയാണ്. ഇവളെല്ലാം വാരിക്കൂട്ടാൻ തുടങ്ങി. ആ അമ്മ എല്ലാം എടുത്ത് തിരിച്ചിറങ്ങുമ്പോൾ പക്ഷേ കർത്താവ് പറഞ്ഞിരുന്നു, ഇറങ്ങി ആ ഗുഹയുടെ വാതിലടഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് തുറക്കില്ല. പ്രിയപ്പെട്ടവരെ, പുറത്തിറങ്ങിയപ്പോഴാണ് വാരിക്കൂട്ടുന്നതിനിടയിൽ അവൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട തൻ്റെ കുഞ്ഞ് അകത്തായത് ശ്രദ്ധിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇത് കഥയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ റൊസാലിയ കന്യക പറയുന്നത് വ്യാമോഹങ്ങളും ആർഭാടങ്ങളും നമ്മളെ എപ്പോഴും മാടി വിളിച്ചുകൊണ്ടിരിക്കും. ലോകത്തിൻ്റെതായ ഈ സുഖവും ആഡംബരവും അല്ല, ദൈവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കണമെന്ന് ഇന്ന് ഈ വിശുദ്ധ നമ്മെ ഓർമ്മപ്പെടുത്താനാണ്. ആമ്പലിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം നമ്മൾ മനസ്സിൽ എടുക്കേണ്ടതുണ്ട്. ചേറിൽ നിന്നാണെങ്കിലും അത് ചേറല്ല, മറിച്ച് സുന്ദരമായ പുഷ്പമായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ല. ഈ പരമസത്യം ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വിശുദ്ധ നമ്മളെ ഓർമ്മപ്പെടുത്തിയാണ്. വെള്ളത്തിന് മുകളിലെ പ്ലാസ്റ്റിക് പന്ത് പോലെ നമുക്ക് മുന്നോട്ട് പോകാം. ഓർക്കാം, ലോകത്തിൻ്റെ ശബ്ദം കേട്ട ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ഉപ്പ് തൂണാകേണ്ടി വന്നു. ബാബേൽ ഗോപുരം പണിത മക്കൾക്ക് എല്ലാം തകർന്ന് തരിപ്പണമാകേണ്ട സ്ഥിതി വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ലോകത്തിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ നമുക്കെന്ത് സംഭവിക്കുന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. വിചിന്തനത്തിലേക്ക് ഒന്നാമത്തെ വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 3-ാം ലേഖനം 1 മുതൽ 9 വരെയുള്ള വചനഭാഗമാണ് വായിച്ച് കേൾക്കുക. കൊറിന്തോസുകാരെ സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ. പക്ഷേ അവരുടെ ആത്മീയ ജീവിതം ശൈശവത്തിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് സൂചിപ്പിക്കുകയാണ്. അവർ ലൗകികതയുടെ അസൂയയുടെ ഇരയായി തീർന്നതുകൊണ്ട് തന്നെ ദൈവമക്കളെന്നത് അവർ മറന്നു പോകുന്നു. ആത്മീയതയിൽ പക്വത പ്രാപിച്ചിട്ടില്ലെന്നാണ് പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാരെ ഓർമ്മപ്പെടുത്തുന്നത്. പൗലോസ് ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. അത് ദൈവത്തിൻ്റെ ശുശ്രൂഷകനായ താനും അപ്പോളോസും ഇതെല്ലാം തുല്യരാണ്. കർത്താവിൻ്റെ ജനതയെ 2 മെറ്റഫർ കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വയൽ, ദൈവത്തിൻ്റെ വീട്. ഇതിനപ്പുറം ദൈവജനത്തെ കാണാൻ വേറെ ഒരു ഇമേജ് വേണ്ട. അതായത് ശുശ്രൂഷകരാരായാലും അത് ദൈവമക്കളാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ വായന നൽകുകയാണ്. എനിക്ക് തോന്നുന്നു 32 വർഷത്തിന് ശേഷം പെറു എന്ന കൊച്ചു രാജ്യത്തിന് 2018 ഫ്രാൻസിസ് പാപ്പ അവിടെ സന്ദർശിച്ചിട്ട് അത് വിശുദ്ധരുടെ നാടായിട്ടൊക്കെ പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധ ലിമയും അങ്ങനെയൊക്കെ ഉള്ള വിശുദ്ധരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, മാർട്ടിനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഏതായാലും 32 വർഷത്തിന് പെറു എന്ന രാജ്യത്തിന് ഒളിമ്പിക് മെഡൽ, വെങ്കല മെഡൽ നേടിക്കൊടുക്കുന്നത് ബോട്ട് റൈഡിങ് ഇനത്തിൽ സ്റ്റെഫാനോസ് എന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, എങ്ങനെയാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു മെഡൽ നേട്ടം ഉണ്ടായത്. പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പ്രഭാതത്തിൽ ഉണരുമ്പോഴും രാത്രിയിൽ ഉറങ്ങുമ്പോഴും എല്ലാ ദിവസവും കർത്താവിന് എന്നെ സമർപ്പിക്കും. ദൈവത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. ദൈവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ശക്തി കേന്ദ്രമെന്ന് ഈ പ്രിയ മെഡൽ ജേതാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ആത്മീയതയുടെ പക്വത ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നതിൽ അപേക്ഷിച്ചിരിക്കുന്നുവെന്ന് 1-ാം വായന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. സങ്കീർത്തനം 1-ഉം 2-ഉം ഇന്നത്തെ 33-ാം സങ്കീർത്തനത്തിന് ചേർന്ന് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഈ 33-ാം സങ്കീർത്തനത്തിന് 1-ാം സങ്കീർത്തനം 2-ാം സങ്കീർത്തനം പോലെ തന്നെ ടൈറ്റിലില്ല, ഹെഡിങ് ഇല്ല. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്ന ഗാനത്തിൻ്റെ ഈരടി മനസ്സിൽ ഉറപ്പിക്കുന്ന തരത്തിലാണ് ഈ സങ്കീർത്തനം. യഹോവയായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ വരച്ച് കാട്ടുന്നുണ്ട്. സങ്കീർത്തനം 31-ഉം ഈ ഒരു ആശയം വരച്ചു വയ്ക്കുന്നു. സങ്കീർത്തകൻ്റെ സന്തോഷത്തിൻ്റെ കാരണം 31:8 പറയുന്നു: ശത്രുകരങ്ങളിൽ അങ്ങനെ ഏൽപ്പിച്ചു
കൂടത്തില്ല. ഈ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിൽ സങ്കീർത്തകൻ കർത്താവിനോട് സഹായം ചോദിക്കുകയാണ്. സങ്കീർത്തനം 31:15 എൻ്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്, ശത്രുക്കളുടെയും പീഡിതരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. സങ്കീർത്തനം 31:22 അപേക്ഷിക്കുന്നവർക്ക് ഈ അനന്തമായ സ്നേഹവായ്പ കർത്താവ് കൊടുക്കുന്നുവെന്ന് പറയുന്നു. സങ്കീർത്തനം ഇതുപോലെ തന്നെ 32 ഈ അനന്ത സ്നേഹത്തെ കാണുവാനായിട്ട് സാധിക്കും. 32:10 ഇപ്രകാരം പറയുന്നു: കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ആ അനന്ത സ്നേഹം കിട്ടുമെന്ന്. അതാണ് അവിടുത്തെ പ്രത്യേകത. കർത്താവിൽ ആശ്രയിക്കുന്നവർക്കുള്ളതാണ് അവിടുത്തെ അനന്തമായ സ്നേഹം. ഇന്നത്തെ സങ്കീർത്തനം 33-ാം കീർത്തനം ഇതിനും മേലെയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവർക്കാണ് കർത്താവിൻ്റെ സഹായമെന്ന് 32-ാം സങ്കീർത്തനം പറയുമെങ്കിൽ 31-ാം സങ്കീർത്തനം സന്തോഷത്തിൻ്റെ കാരണം കർത്താവിൻ്റെ അനന്തമായ സ്നേഹമെന്ന് പറയുമെങ്കിൽ ഇവിടെ 33-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ സ്നേഹവും കാരുണ്യവും പൂരകങ്ങളായി അവതരിപ്പിച്ച് സങ്കീർത്തനം പറയുകയാണ്. നിറഞ്ഞു നിൽക്കുകയാണ്. ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും. അതാണ് ഇന്നത്തെ ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സങ്കീർത്തനം 36:5 പറയുന്നു: കർത്താവ് അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു. ഇനി ഭൂമിയിൽ മാത്രമല്ല, ആകാശത്തോളം. ഇപ്പം എല്ലായിടത്തും കർത്താവിൻ്റെ സ്നേഹവും കാരുണ്യവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുകയാണ്. ചങ്ങമ്പുഴ ഇപ്രകാരം പാടുന്നുണ്ട്: നിഴലും വെളിച്ചവും മാറി മാറി, നിഴലിലും ജീവിത ദർപ്പണത്തിൽ ഒരു സത്യം മാത്രം നിലനിൽക്കുന്നുവെന്നും പരമാർത്ഥ സ്നേഹത്തിൻ മന്ദഹാസം. ആ പരമാർത്ഥ സ്നേഹം ദൈവമാണെന്ന് സങ്കീർത്തനം ഓർമ്മപ്പെടുത്തിയാണ്. സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വചനങ്ങളാണ്. കരുതുന്ന കർത്താവായ ദൈവത്തെ അവതരിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ വേദനകൾ അറിഞ്ഞ് സഹായിക്കുന്ന കർത്താവിൻ്റെ മുഖം ഒന്നുകൂടെ നമ്മൾ ദർശിക്കുകയാണ് ഇവിടെ. ഈയിടെ വാട്സപ്പിൽ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കണ്ടു: നമ്മുടെ കഷ്ടപ്പാടിൻ്റെ സമയം നമുക്ക് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനുള്ള ശരിയായ സമയം കൂടിയാണ്. അതെ, പത്രോസിൻ്റെ അമ്മയ്ക്ക് വേണ്ടി കർത്താവിനോട് സഹായം അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീട്ടിലായിരിക്കുമ്പോൾ കരിസ്മാറ്റിക് ഗ്രൂപ്പുകളുടെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഇതിൻ്റെ മാറ്റൽ കൂട്ടുന്നതാണ്. മധ്യസ്ഥ പ്രാർത്ഥനകളുടെ വലിയ ശക്തിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അവർ കർത്താവിനോട് അപേക്ഷിക്കുമ്പോഴാണ് രോഗസൗഖ്യത്തിനായി കർത്താവ് തുനിയുന്നത്. ഇല്ലെങ്കിൽ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കർത്താവ് എപ്പോഴും അർത്ഥം കണ്ടെത്തുന്നതായിട്ട് നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. തളർവാദ രോഗിയുടെ കാര്യത്തിലും കട്ടിലൂടെ ഇറക്കുന്നവരുടെ വിശ്വാസം കണ്ടാണ് അവിടെ സുഖപ്പെടുത്തുന്നത്. അവരുടെ രോഗങ്ങളും പൈശാചിക ബന്ധനങ്ങളും കർത്താവ് മാറ്റുന്നു. ആവശ്യക്കാരൻ്റെ ആവശ്യം തക്ക സമയത്ത് നിവർത്തിക്കുന്ന ദൈവം ഒന്നുകൂടെ ഇവിടെ പ്രകടമാവുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം 2-ാം വാക്യം നമ്മെ ഇത് ഓർമ്മപ്പെടുത്തുന്നു: ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും ഇത് കർത്താവിൻ്റെ ഒരു ശുശ്രൂഷയാണ്. ആവശ്യക്കാരൻ്റെ ആവശ്യം മനസ്സിലാക്കി നടപ്പിലാക്കുന്ന കർത്താവ്. ഈ സുഖപ്പെടുത്തൽ ഇന്നും കർത്താവ് പുരോഹിതരിലൂടെയും മറ്റ് ശുശ്രൂഷകളിലൂടെയും തുടരുന്നുണ്ട്. അപ്പോസ്തലന്മാർ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവർത്തനം 5:12 അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. 3 വായനകളും കരുതുന്ന സ്നേഹിക്കുന്ന കർത്താവിനെ അവതരിപ്പിക്കുകയാണ്. ബംഗാളി നോവലിസ്റ്റായ താരശങ്കർ ബാനർജി 7 ചുവടെന്ന കൃതിയിൽ കൃഷ്ണസ്വാമി എന്ന വൈദ്യനെ അവതരിപ്പിക്കുന്നുണ്ട്. ദിവസവും കുറച്ച് മരുന്നുമായി രാവിലെ സൈക്കിളിൽ നാട്ടിൻപുറങ്ങളിലേക്ക് പോകുന്ന ആ മനുഷ്യൻ ആ വഴിയിൽ ആരെങ്കിലും കണ്ടാൽ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്രകാരം ചോദിക്കും: എന്താ സുഹൃത്തെ, സുഖമാണോ? സുഖമാണ് എന്നാണ് മറുപടി കിട്ടിയാൽ സ്വാമി പറയും: സുഖമായിരിക്കൂ, മനുഷ്യന് സുഖമുണ്ടെങ്കിലേ ദൈവത്തിനും സുഖമുള്ളൂ. ദൈവസ്നേഹം അനന്തമാണ്. ആ സ്നേഹത്താൽ ജ്വലിച്ച് ഇന്നേ ദിവസം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. ദൈവം കരുതുന്നവനാണ്, സൗഖ്യം നൽകുന്നവനാണ്, നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മെ വഴി നടത്തുന്നവനാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.